ഹായ്, അങ്കദം. അതാണ് ലേൺ മ്യൂറൽസിൻ്റെ ട്രഡീഷണൽ മ്യൂറൽ പെയിൻറ്റിംഗ് ക്ലാസ്സിൽ നമ്മൾ ഇന്ന് വരയ്ക്കാൻ പോകുന്ന ആഭരണം. ഷോൾഡർ കഴിഞ്ഞ് കൈയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അങ്കദം സാധാരണയായിട്ട് വരയ്ക്കാറുള്ളത്. 19-ാം നൂറ്റാണ്ടിൽ വരച്ച ചിത്രങ്ങളിൽ നമുക്ക് ഈ ആഭരണം കാണാവുന്നതാണ്. കോട്ടയ്ക്കൽ ചിത്രങ്ങളിൽ വളരെ ഭംഗിയായി വരച്ചിരിക്കുന്ന അങ്കദങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ലേൺ മ്യൂറൽസിൽ നമ്മൾ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ്. ഈ വീഡിയോസ് എല്ലാം കണ്ട് വളരെ ഭംഗിയായി തന്നെ പലരും വരച്ചതിൻ്റെ ഫോട്ടോസ് അയക്കാറുണ്ട്. ഈ ചിത്രങ്ങളിലെല്ലാം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഫൈൻ ഡീറ്റെയിൽസിൻ്റെ മിസ്സിംഗ് ആണ്. മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത തന്നെ അതിൻ്റെ കളർ ടോണും അതിലുള്ള ഫൈൻ ഡീറ്റെയിൽസുമാണ്. നമ്മുടെ ക്ലാസ് വീഡിയോസ് ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധാപൂർവം കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വരയ്ക്കാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് ഈ ഫൈൻ ഡീറ്റെയിൽസ് കൂടി ആഡ് ചെയ്യാൻ പറ്റും. ലേൺ മ്യൂറൽസിൻ്റെ ഓൺലൈൻ മ്യൂറൽ പെയിൻറ്റിംഗ് ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ഓരോ വീഡിയോസിനും നിങ്ങൾ തരുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. അത് തുടർന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു ചിത്രം സ്കെച്ച് ചെയ്യുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന പെൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ഒരു മൈക്രോ ടിപ്പ് പെൻസിലാണ്. അതിനൊരു 2B ലെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൈക്രോ ടിപ്പ് പെൻസിൽ ഉപയോഗിക്കണം എന്നുള്ള ഒരു നിർബന്ധവുമില്ല, സാധാരണ പെൻസിൽ ഉപയോഗിച്ചാൽ മതി. അതുപോലെ 2B ലെഡ് ഉപയോഗിക്കാൻ കാരണം നമ്മൾ വീഡിയോയിൽ അത് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഒരു ക്യാൻവാസിൽ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ലൈറ്റായിട്ടുള്ള പെൻസിൽ മാത്രം ഉപയോഗിച്ച് വരയ്ക്കുക. ഡാർക്ക് കളർ ആകുമ്പോൾ നമുക്കത് റബ്ബ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ക്യാൻവാസിലൊക്കെ അതിൻ്റെ ഒരു ഡാർക്ക് ടോൺ വരികയും ചെയ്യും. അപ്പോൾ വളരെ ലൈറ്റായിട്ടുള്ള H2H അങ്ങനെ പറയുന്ന പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാൻ തുടങ്ങുക. റെഡ് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോയിൻറ്റഡ് ബ്രഷ് ഉപയോഗിച്ചാൽ അത് വളരെ നന്നായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും വേറെ ഏത് ബ്രഷ് ആണെങ്കിലും അത് ഉപയോഗിക്കാം. ലോങ് ഹെയർ ബ്രഷ് ആകുമ്പോൾ അതിനെ കൊണ്ടുള്ള ഉപകാരം എന്താ വെച്ചാൽ അതിന് പെയിൻറ്റ് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് കുറച്ച് കൂടുതൽ നേരം അത് വെച്ചിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾ ഷോർട്ട് ഹെയർ ബ്രഷ് ഉപയോഗിച്ചിട്ട് ശീലമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതുപയോഗിച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമുള്ളതല്ല. ഒരിക്കലെങ്കിലും ഒരു ലോങ് ഹെയർ ബ്രഷ് ഉപയോഗിച്ച് ചെയ്ത് നോക്കൂ. അത് ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ പ്രാക്ടീസിലൂടെ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. റെഡിൻ്റെ കളർ ടോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്ന സ്കാർലറ്റ് ലേക്കും ബേൺസിയനുമാണ്. അതിൻ്റെ ആ കറക്റ്റ് ടോൺ കിട്ടാൻ എന്നുള്ളത് നമുക്ക് ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ അത് പ്രശ്നം വലിയതായിട്ട് ഉണ്ടാകുന്നില്ല, പക്ഷെ അത് വെച്ച് നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ നമുക്കതൊരു പ്രശ്നം ഉണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഡാർക്ക് ടോൺ ആയി പോയി നമ്മൾ മിക്സ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിനെ ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു യെല്ലോ യൂസ് ചെയ്യാം. അതൊന്ന് ലൈറ്റ് ആകാൻ വേണ്ടി കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് ലൈറ്റാക്കി എടുക്കാം. അങ്ങനെ ചെയ്യാവുന്നതാണ്. ഓക്കർ യെല്ലോ എന്ന് പറയുന്നത് ശരിക്കും അതൊരു കൂടുതൽ അതിലൊരു ചെളിയുടെ അംശം കൂടുതലുള്ളൊരു കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത്, വാഷ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ചിത്രങ്ങളിൽ അതിന് ഒരു ബ്ലാക്ക് പാച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോഴും അതൊന്ന് നമ്മൾ എന്തിലാണ് ഒരു ബോക്സിൽ, ഒരു പാത്രത്തിൽ, കണ്ടെയ്നറിലോ എന്തിലെങ്കിലാണ് എടുക്കുന്നത്, ഒരു ചിരട്ടയിലാണ് എടുക്കുന്നതെങ്കിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ച് വെച്ച് അതിൻ്റെ അടിവശത്തുള്ള ചെളികളൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലുള്ള കളർ വെച്ച് മാത്രം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. റെഡ് ഷെയ്ഡിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു കളർ ടോൺ അതൊന്ന് ലൈറ്റ് ആക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓക്കർ യെല്ലോ ഉപയോഗിക്കാം.
എപ്പോഴും ഷെയ്ഡിങ് തുടങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ഷെയ്ഡ് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ വേണ്ട ഒരു ഗ്രാജുവലായിട്ടുള്ള കളറിൻ്റെ ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് വരുന്നത് നമുക്കത് മിസ്സായി പോകും. നമ്മളിപ്പോൾ ഇവിടെ ഗ്രീൻ ചെയ്തിരിക്കുന്ന പാർട്ട്, ഈ ഒരു പ്രഷ്യസ് സ്റ്റോൺസ് അല്ലെങ്കിൽ ജെം സ്റ്റോൺസിന് നമുക്ക് വേറെയും കളേഴ്സ് കൊടുക്കാൻ നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. ഇതല്ലാതെ ഇതിന് പുറമേയുള്ള കളേഴ്സ് കൂടുതൽ മ്യൂറൽ പെയിൻറ്റിങ്ങിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്ന ഫിഗറിന് എന്താണോ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഇതിലുള്ള കളേഴ്സിനൊരു ചേഞ്ചും കൊടുക്കാം. ഗ്രീൻ ഫിഗറാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ സ്റ്റോണിന് റെഡോ അല്ലെങ്കിൽ ബ്ലൂവോ കളർ കൊടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ആ നമ്മുടെ ക്യാരക്ടറിൻ്റെ എന്താണോ കളേഴ്സ് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഓർണമെൻറ്റ്സിലുള്ള ഇതുപോലെ വരുന്ന ആഭരണങ്ങളിൽ, അതായത് നമ്മൾ മുമ്പ് ചെയ്തിരിക്കുന്ന ഇപ്പം ചെയ്ത അങ്കദവും അതുപോലെ ഗ്രൈവേയം ഉപഗ്രീവം അങ്ങനെ പറയുന്ന ആഭരണങ്ങൾക്കൊക്കെ അതിലൊക്കെ സ്റ്റോൺസ് ആണ് കൂടുതൽ വരുന്നത്. ആ ഭാഗങ്ങളിൽ നമുക്ക് ഇങ്ങനൊരു ഫ്ലെക്സിബിലിറ്റി കൂടെ ഉണ്ട്. അതല്ലാതെ അതിനു മുമ്പ് വരച്ചിരുന്ന അല്ലെങ്കിൽ ചെയ്തിരുന്ന ചിത്രങ്ങളുള്ള ഈ നിക്ഷം അങ്ങനെയുള്ള വരുന്ന ഭാഗങ്ങളിലൊക്കെ അവിടെ ഇരുന്ന് നമുക്ക് കളറിനൊരു വേറെ കളർ ഓപ്ഷൻ ഇല്ല. ഇത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിത്രങ്ങൾ കൂടുതൽ കാണുക, നാച്ചുറൽ മ്യൂറൽസ് ചിത്രങ്ങൾ കൂടുതൽ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോഴേ ഉള്ളൂ നമുക്ക് ഇതിനെ പറ്റിയുള്ള കറക്റ്റ് ഐഡിയ കിട്ടുക. ബ്ലാക്ക് ഔട്ട്ലൈൻ വളരെ ശ്രദ്ധിച്ച് മാത്രം വളരെ പതുക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രഷർ കൊടുക്കാതെ ബ്രഷ് വളരെ ഫ്രീ ആയിട്ട് വെച്ചിട്ട് വളരെ പതുക്കെ ചെയ്തെടുക്കുക. ആദ്യം കുറച്ചൊന്ന് നമുക്ക് പല ചിത്രങ്ങളൊന്ന് ഔട്ട്ലൈൻ ഇട്ട് പഠിക്കാം, ബ്ലാക്ക് വെച്ചിട്ട് ചെയ്ത് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് ഓരോ ഔട്ട്ലൈനും ഓരോ ഓർണമെൻറ്റ്സിൻ്റെയും ചെയ്തിട്ട് ക്ലിയർ ആക്കി എടുക്കാം. അപ്പോൾ ബ്ലാക്ക് സെലക്ട് ചെയ്യുമ്പോൾ, നമ്മൾ ബ്ലാക്ക് എടുക്കുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഒരുപാട് തിക്നെസ് ആയിപ്പോയാൽ നമുക്ക് ഫ്രീ ആയിട്ട് ബ്രഷ് മൂവ് ചെയ്യാനൊരു പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ബ്ലാക്ക് ആക്കി എടുക്കുക, എന്നിട്ട് വളരെ പതുക്കെ വരച്ചെടുക്കുക. അപ്പോൾ അങ്കദം എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയുടെ ഇടയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റ്സും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കിത് വളരെ നന്നായിട്ട് തന്നെ വരച്ചെടുക്കാൻ പറ്റും. നിരണം മുന്നൂറ്റിമംഗലം ക്ഷേത്രത്തിലെ വിഷ്ണുമായുടെ ചിത്രമാണ് ഇന്ന് നമ്മൾ ചിത്രപരിചയത്തിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അഴിയാൻ തുടങ്ങുന്ന പട്ടുവസ്ത്രം ഒരു കൈകൊണ്ട് പിടിച്ചും അഴിഞ്ഞു കിടക്കുന്ന മുടിയോടുകൂടി പന്താടുന്നതാണ് വിഷ്ണുമായുടെ ചിത്രം. സ്വർണ്ണ നിറത്തിലുള്ള ദേഹവും കാതിലപ്പൂവ് എന്ന കർണാഭരണവും മുത്തുമാലയും ധരിച്ച് ലാസ്യഭാവത്തിൽ നൃത്തച്ചുവട് വയ്ക്കുന്ന വിഷ്ണുമായയെ കൃത്യമായ അഴകളവുകളോടുകൂടിയാണ് വരച്ചിരിക്കുന്നത്. നിരണം ക്ഷേത്രത്തിൽ കൂടാതെ മറ്റു പല ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളിലും വിഷ്ണുമായുടെ ചിത്രം വരച്ചിട്ടുണ്ട്. അവയിൽ എടുത്തു പറയേണ്ടുന്ന ചില ക്ഷേത്രങ്ങളാണ് തൊടീക്കളം, കീഴൂർ, ചെമ്മൺതിട്ട, പുണ്ടരീകപുരം, പനയനാർക്കാവ് എന്നിവ. വിഷ്ണുമായും ശിവനും തമ്മിലുള്ള ലാസ്യനൃത്തവും അത് കണ്ടുവരുന്ന പാർവതീദേവി, ശാസ്താവിൻ്റെ ജനനം എന്നിവയുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചിത്രങ്ങളാണ്. അവയെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പരിചയപ്പെടാം.